പ്ലസ് ടു അനുവദിക്കുന്നതിനായി മുസ്ലിം ലീഗ് നേതാക്കൾ കോഴ ചോദിച്ചതായി സ്വകാര്യ സ്കൂൾ മാനേജർ. 50 ലക്ഷം രൂപയോ 2 അധ്യാപക തസ്തികകളോ അനുവദിക്കണമെന്നാണ് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടതെന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സ്കൂൾ മാനേജർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പ്ലസ് ടു അനുവദിക്കാൻ UDF നേതാക്കൾ കോഴ ചോദിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യം അന്വേഷിച്ച് ഞങ്ങൾ ചില സ്കൂൾ മാനേജർമാരെ സമീപിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന മൂവർ സംഘമാണ് വിലപേശൽ നടത്തിയതെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. അതേസമയം കോഴക്കാര്യം സ്ഥിരീകരിച്ച മാനേജർമാർ ആരും ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല. കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ നൽകിയവയിൽ എലത്തൂർ CMC സ്കൂളിനൊഴികെ ഇത്തവണ പ്ലസ് ടു അനുവദിക്കപ്പെടുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് ഒരു മാനേജർ പറഞ്ഞു. ഇതിന്റെ കാരണം തേടിയപ്പോൾ ജില്ലാ ലീഗ് നേതൃത്വത്തിന് താൽപര്യമില്ലാത്തത് കൊണ്ടാണെന്നായിരുന്നു മറുപടി. പിന്നെ കോഴയുടെ സ്ഥിരീകരണത്തിനായി നേരെ CMC സ്കൂൾ മാനേജറുടെ അടുത്തേക്ക്. കോഴ ആവശ്യപ്പെട്ട വിവരം CMC സ്കൂൾ മാനേജർ രാജൻ സ്ഥിരീകരിച്ചു. ഇത് തുറന്നു പറഞ്ഞാൽ പ്ലസ് ടു നഷ്ടപ്പെടുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു. രാജൻ അറിയാതെയാണ് അദ്ദേഹവുമായുള്ള സംഭാഷണം ഞങ്ങൾ പകർത്തിയത്. ഇവര് മന്ത്രിന്റെ ആളുകൾ, ഔദ്യോഗിക ആളുകൾ തന്നെയാണ്. രണ്ട് അധ്യാപക തസ്തികകൾ വേണമെന്നാണ് ലീഗ് നേതാക്കളായ ഇടനിലക്കാർ പറഞ്ഞത്. ഇവരോടൊപ്പം മലപ്പുറത്ത് പോയി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയെ കണ്ടു. ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കുട്ടി എന്നെ ആൾക്കാരെടുത്ത് പോയി. എവിടെയാ പോകുന്നത്? തങ്ങളെ ജനറൽ സെക്രട്ടറിയാണ്. KPA മജീദോ? മൂപ്പരാണ് നമുക്ക് തരാനുള്ള വാഗ്ദാനം ചെയ്തത്. ഇതിനു പുറമെ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും പണം ആവശ്യപ്പെട്ടു. പ്രാദേശിക നേതൃത്വത്തിന് പൈസ ഞാൻ പറഞ്ഞില്ലേ, ഓഫീസ് പൊളിച്ചുണ്ടാക്കണമെങ്കിൽ 4 ലക്ഷം രൂപ വേണം. അത് നിങ്ങൾ തരണം. രാജൻ പറഞ്ഞതുപോലെ പ്രാദേശിക നേതാക്കൾക്ക് കോഴ നൽകാതിരുന്നാൽ പ്ലസ് ടു അപേക്ഷ നിരസിക്കപ്പെടുമോ? ഇതറിയാനാണ് സർക്കാർ പുതിയ പ്ലസ് ടു പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. പട്ടിക വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പ്ലസ് ടുവിനായി കാത്തിരുന്ന CMC സ്കൂൾ പുറത്ത്. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് തന്നെ വിജയിച്ചു. മലബാറിലെ പ്ലസ് ടു ഉപരിപഠന സൗകര്യത്തിനായുള്ള പൊതുസമൂഹത്തിന്റെ മുറവിളി വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കൾ നന്നായി ചൂഷണം ചെയ്തുവെന്നാണ് ഈ മാനേജറുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സഞ്ജു പട്ടമലിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ വൺ. പുതുതായി അനുവദിക്കപ്പെട്ട പ്ലസ് ടുകളിൽ അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടത്തണമെന്ന സർക്കാർ തീരുമാനത്തിൽ കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. പരസ്യമായ എതിർപ്പ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ തീരുമാനമെന്നും അത് കാര്യമാക്കേണ്ടതില്ലെന്നും നേതാക്കൾ പറയുന്നു. പുതുതായി പ്ലസ് ടു അനുവദിക്കപ്പെട്ട സ്കൂളുകളുടെ മാനേജർമാരെന്ന വ്യാജേനയാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കളെ ബന്ധപ്പെട്ടത്. പ്ലസ് ടു അനുവദിച്ചതിൽ ആദ്യം നന്ദി അറിയിച്ചു. തുടർന്ന് അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം വേണമെന്ന സർക്കാർ നിർദ്ദേശത്തിലുള്ള ആശങ്ക അറിയിച്ചു. ഇത്തരത്തിലൊരു തീരുമാനമേ ഇല്ലെന്നായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി MA റസാഖ് മാസ്റ്ററുടെ മറുപടി. മാഷാണോ? നമസ്കാരം. നമസ്കാരം. അപ്പൊ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ടീച്ചേഴ്സ് ബാങ്ക് കാണുമ്പോ ഇപ്പൊ ഒരു പ്രശ്നമായി മാറുന്നു. ആണല്ലേ? അധ്യാപക ബാങ്കിൽ നിന്നുള്ള നിയമനം എന്നത് കാര്യമാക്കേണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാലയുടെയും മറുപടി. ഹലോ, പാണ്ഡികശാല സാഹിബാണോ? നമസ്കാരം. അത് വന്നു ഒരു നന്ദി പറയാൻ വിളിച്ചതാ. ഓക്കെ. അപ്പൊ എല്ലാ സന്തോഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളെ ടീച്ചേഴ്സ് ബാങ്കാണ് നമുക്കിപ്പോ വലിയൊരു ബാധ്യതയായി മാറുന്നത്. ഫസ്റ്റ് റെഡി ആയിക്കോളൂ. ആളില്ല, കുറവാണ്. ആരുമില്ല, എലിജിബിൾ ആയ ആരുമില്ല. അതെന്തായാലും അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് റെഡി ആയി വരുമല്ലോ. അപ്പൊ എല്ലാ സന്തോഷം അറിയിക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് കാണാം. ഓക്കെ. പ്ലസ് ടു അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF-ൽ തന്നെ ശക്തമായ എതിർപ്പാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെയുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പല എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും ലീഗ് നേതൃത്വത്തിന് കോഴ നൽകേണ്ടി വന്നു. ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ അമർഷമുണ്ട്. മീഡിയ വൺ, കോഴിക്കോട്.